ഓരോ മേഖലയിൽ എത്ര ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഞങ്ങൾ എത്തിയപ്പോൾ മാനന്തവാടിയിൽ കടുവ ആക്രമിച്ചു കൊന്നു. അത് ഗവൺമെന്റിന് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം. അതാണ് ഒരാളെ ഒരു മനുഷ്യൻ കുത്തിക്കൊന്നാൽ വെടിവെച്ച് കൊന്നാൽ അവനെ വധശിക്ഷയ്ക്ക് നമുക്ക് കേസെടുക്കാം. ഒരു മൃഗം ഒരു മനുഷ്യനെ ഒരു കൃഷിക്കാരനെ കുത്തിക്കൊന്നാൽ അത് വധശ്രമമല്ല. ഇവിടുത്തെ ന്യായമാണ്. ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം കൃഷിക്കാർക്ക് നീതി കിട്ടുമോ? നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും. ഈ നിയമം കൊണ്ടുവരണം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കോൺഗ്രസ് അത് പരമ്പരാഗതമായ കാലത്ത് രാജവാഴ്ചയുടെ കാലത്ത് CP രാമസ്വാമിയുടെ കാലത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് ആളുകളെ കൊണ്ടുപോയി പാർപ്പിച്ചതെന്താ? അന്ന് ഭക്ഷ്യക്ഷാമം കൊടുമ്പിരി കൊണ്ടപ്പോൾ അന്ന് വനഭൂമി പതിച്ചു കൊടുത്തു പലർക്കും. അവരോട് പോയി കൃഷി ചെയ്യാൻ പറഞ്ഞു. കാരണം ഗ്രോ മോർ ഫുഡ്, അതാണ് അന്ന് നമ്മുടെ ആവശ്യം. അങ്ങനെ രാജ്യത്തിന് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചു കൊടുത്ത കൃഷിക്കാരെ എഴുതി തള്ളി. 72,000 കോടി ഓർത്തു നോക്കൂ. ഈ ഗവൺമെന്റ് എവിടെ? മോഡി ഗവൺമെന്റ് അതിന്റെ ഒരു 100-1 കൃഷിക്കാർക്ക് സംരക്ഷണം സഹായം കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇത് കർഷക ദ്രോഹ ഗവൺമെന്റാണ്. ഇന്ന് ഓണമാണ്. ഈ തിരുവോണം പഴയ സങ്കല്പം എന്താ? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടില്ലേ? മഴ മാറി തെളിയുമ്പോൾ നമുക്കെല്ലാം തിരുവോണം. എപ്പോഴാണ് മഴ മാറി തെളിയുന്നത്? കൃഷി കഴിഞ്ഞ്, കൊയ്ത്ത് കഴിഞ്ഞ്. കർഷക ഉത്സവമാണ്. അടിസ്ഥാനപരമായി തിരുവോണം കർഷകരുടെ ഉത്സവമാണ്. കൊയ്ത്ത് കഴിയുമ്പോഴുള്ള ആഹ്ലാദത്തിൽ കൃഷിക്കാരാണ് ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണത്തിന് അവരെന്തെടുത്തുള്ളൂ? നാളം വിറ്റ് ഓണം കൊള്ളാൻ പണ്ട് കാരണവന്മാർ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്തവണത്തെ ഓണം ആരുടെയും ഈ കീശ മുറിക്കാതെ ഓണമുണ്ട്. എടാ, കീശ ഇല്ല എന്നേ പോയി, കീശയിൽ കാശുമില്ല. ഉപഭോക്തൃ വിലയാണ് മുഖ്യമന്ത്രി. ഈ 2 വകുപ്പ് മഞ്ജുഷ് മാറ്റി പറഞ്ഞത്, കൃഷി വകുപ്പും ഭക്ഷ്യവകുപ്പും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതാണ് 2 CPI മന്ത്രിമാരാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും എല്ലാം നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും ജനദ്രോഹികളായി ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ കോൺഗ്രസ് കൊടി, ആ കൊടിക്കൊരു പാരമ്പര്യമുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഉയർത്തിപ്പിടിച്ച കൊടിയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ കൃഷിക്കാരുടെ പ്രതിനിധികളാണ്. കോൺഗ്രസ് കൊടി ഉയർത്തിയാലും കമ്മ്യൂണിസ്റ്റ് കൊടി ഉയർത്തിയാലും കൃഷിക്കാരുടെ കണ്ണുനീരും ദുഃഖവും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരുമ്പോൾ അത് കാണാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി തയ്യാറാവണം. ഇന്ന് കൃഷിക്കാരെ കോൺഗ്രസിന്റെ നേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇനി 8-9 മാസക്കാലം കർഷകർക്ക് ഈ ദുരിതം ഇറങ്ങേണ്ടി വരും. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും